ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്സാണ്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് മൂന്ന് ഉരുളക്കിഴങ്ങ് ഞാനെടുത്ത് പുഴുങ്ങാൻ വെച്ചു. കുക്കറിലാണ് ഇട്ടത്. മുഴുവനോടെ ഇട്ടാൽ മതി. എന്നിട്ട് നമുക്കിതുപോലെ തൊലിച്ചെടുത്താൽ മതി. സവാള, മല്ലിയില, ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ്, ഇല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക്, ഇത്രയും ഇട്ട് കുനുകുന അരിഞ്ഞെടുക്കുക. നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് വേവിച്ചതിന് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. എന്നിട്ടൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കടുകിടണ്ട, എണ്ണയും കറിവേപ്പിലയും ഇട്ട് അതിൽ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ച ഇതും കൂടെ ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ഇടുക. നന്നായിട്ട് വശക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതായാൽ മതി. അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി, എരിക്കനുസരിച്ചാണ് കേട്ടോ. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ കുരുമുളക് പൊടി, മസാല, മഞ്ഞൾപ്പൊടി, ഇത്രയും ഇട്ട് നമ്മൾ ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങും കൂടെ വച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു കപ്പ് മൈദാമാവാണ് ഞാൻ ഇതിന് എടുത്തിരിക്കുന്നത്. മൈദാമാവ് നമുക്കിതുപോലെ കുഴച്ചെടുക്കാം. ചപ്പാത്തിയുടെ പരുവത്തിന് കുഴച്ചെടുക്കാം. എന്നിട്ട് അത് ഇങ്ങനെ പരത്തി ഇതുപോലെ കീറിയെടുക്കുക. ഇതുപോലെ പരത്തിയതിന് ശേഷം അതിൻ്റെ അകത്ത് നമ്മൾ ഫില്ലിങ്സ് നിറച്ച് നമ്മൾ ചെറിയ ചൂടോടെ തന്നെ ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യുക. എന്നിട്ട് ഇത് ലക്കിക്കുട്ടൻ ഉണ്ടാക്കിയതാണ്. ലക്കിക്കുട്ടന് മുളവിടാതെ നമ്മൾ അരിഞ്ഞു വെച്ച് അതിലേക്ക് മൈദാമാവിട്ട് പൊരിച്ച് ഇങ്ങനെ കുഴച്ചെടുത്തതാണ്. അതും ഇതുപോലെ പരത്തിയെടുക്കാൻ പറ്റും. എരിവ് അധികം ഇതാവാതെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഫസ്റ്റ് ലക്കിക്കുട്ടനാണ് നമ്മൾ പൊരിച്ചെടുത്തത്. നമ്മൾ അവനെ കരുതിയാണ് ഇത് ഉണ്ടാക്കാമെന്ന് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മൾ അതിൽ മുളക് പൊടിയൊക്കെ ആഡ് ചെയ്തു. ഇത് ലക്കിക്കുട്ടന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ. ഉരുളക്കിഴങ്ങാണ് കൂടുതൽ ഇതിൽ നല്ല ഫ്ലേവറിൽ നിൽക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത് നമ്മളുടെ ഇത് അമ്മ ഉണ്ടാക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കണോണ്ട് ഞാൻ അമ്മ എടുത്ത് പറഞ്ഞു അമ്മ ഇതാക്കിയാൽ മതിയെന്ന്. അങ്ങനെ ലക്കിക്കുട്ടൻ്റെത് ഏകദേശം റെഡിയായി. അതിനുശേഷം നമ്മൾ നിറച്ച് വെച്ച ഫില്ലിങ്സ് വെച്ചിട്ടുള്ളതാണ്. ഞാൻ അതിൽ ഓരോ ആകൃതിയിലൊക്കെ ചെയ്ത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ആകൃതിയിലൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ലക്കിയുടേത് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ലക്കിക്കുട്ടനെ ഞാൻ വിളിച്ചു. അപ്പോൾ കുഞ്ഞമ്മ കൊടുക്കുകയാണ്. അവൻ സൂപ്പറെന്ന് പറയണതാണ് ഇങ്ങനെ കൈവച്ചിട്ട്. ഇഷ്ടപ്പെട്ടു. ലക്കിയെ കരുതിയാണ് നമ്മളിത് ഉണ്ടാക്കിയത് തന്നെ. പക്ഷേ ലക്കിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു സംഭവം. അങ്ങനെ എല്ലാം പൊരിച്ചു. ഇത് ഞാൻ ഒരു കിളിയുടെയൊക്കെ ടൈപ്പ് ഉണ്ടാക്കിയത്. മുട്ടായി, പിന്നെ നമ്മളെ മോമോസിൻ്റെ ഷേപ്പൊക്കെ ഉണ്ടാക്കി ഇട്ട് നോക്കിയതാണ്. ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ജസ്റ്റ് ഒന്ന് ആ പുറത്തെ കോട്ടിങ് മാത്രം ഒന്ന് പൊരിഞ്ഞ് വന്നാൽ മതി. നമ്മൾ അകത്തെ ഫില്ലിങ്സ് ഓൾറെഡി കുക്കാണ്. അതുകൊണ്ട് പുറത്തെ കോട്ടിങ് മാത്രം ഒന്ന് കളർ ചേഞ്ച് വരുമ്പോൾ തന്നെ നമുക്കത് എടുക്കാം. ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുക്കാം. റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ടാറ്റ ബൈ.